ചില വാക്കുകളുടെ അർത്ഥം നാം ശരിയായി മനസ്സിലാക്കണം. എന്താണ് വിഷം? നമുക്ക് ഉപയോഗമുള്ളതിൽ കൂടുതലുള്ളതെല്ലാം വിഷമാണ്. അത് പദവിയോ പണമോ ആഹാരമോ ആഗ്രഹമോ സ്വാർത്ഥതയോ വെറുപ്പോ എന്തായാലും ആവശ്യത്തിൽ കൂടുതലായാൽ അത് വിഷമാണ്. ഭയത്തിന്റെ അർത്ഥമെന്താണ്? അറിവില്ലാത്ത കാര്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ നാം അത് ഏറ്റെടുത്താൽ അത് നമുക്കൊരു വെല്ലുവിളിയായിത്തീരും. പിന്നെ ഭയമുണ്ടാവുകയില്ല. അസൂയ എന്നാൽ എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. നല്ല കാര്യങ്ങളെ നല്ലതായി തന്നെ അംഗീകരിച്ചാൽ അസൂയ നമ്മുടെ 7 അയലത്ത് പോലും വരില്ല. കോപത്തെപ്പറ്റി പറയട്ടെ. നമ്മുടെ നിയന്ത്രണത്തിനതീതമായ കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണത്. എന്നാൽ അതിനെ അംഗീകരിച്ചാൽ നമ്മിൽ സഹിഷ്ണുത എന്ന സ്വഭാവം വളരാനിടയാക്കും. എന്താണ് വെറുപ്പ്? ഒരു മനുഷ്യനെ അതേപടി സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. യാതൊരു മുൻവിധിയുമില്ലാതെ അയാളെ അതേപടി അംഗീകരിക്കാൻ കഴിഞ്ഞാൽ വെറുപ്പ് സ്നേഹമായിത്തീരും. ആവശ്യത്തിലധികമായി നാം ഒന്നിനെയും ആഗ്രഹിക്കുകയുമരുത്. ഒന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയുമരുത്. നമുക്കറിയാത്ത വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ ധൈര്യത്തോടെ ഏറ്റെടുക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കണ്ട് നാമും അപ്രകാരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായി തീരണം. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് ദേഷ്യപ്പെടാതെ അത് ക്ഷമയോടെ സഹിക്കാൻ നമുക്ക് കഴിയണം. അവസാനമായി ആരെയും വെറുക്കാതെ അവരെ അവരായി തന്നെ അംഗീകരിക്കാനുള്ള പക്വത നേടുക കൂടി ചെയ്താൽ സ്നേഹം എന്ന ആ വലിയ വരത്തെ നാം നേടി. ശരിയായി പറഞ്ഞാൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും. സുഹൃത്തേ, താങ്കൾ ഇപ്രകാരമായി തീരുവാൻ ശ്രമിക്കുമോ?